നമസ്കാരം, രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്ന്. ഒരുപാട് ആൾക്കാർ വശ്യപൂജകൾക്കും വശ്യകർമ്മങ്ങൾക്കും വശ്യത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചും എന്നെ സമീപിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. എന്നാൽ ഇതുവരെ വളരെ അപൂർവം 1-2 പേരെ മാത്രമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കി ആരെയും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പല ആൾക്കാർക്കും കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത് റിസൾട്ട് ആക്കുകയും പല ആൾക്കാർക്ക് റിസൾട്ട് ആകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ പല കർമ്മങ്ങളും ഒഴിവാക്കി വിടാറുണ്ട്. പലരും വിളിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ 50% താഴെ സാധ്യതയാണ്, അല്ലെങ്കിൽ അതിലും കുറവ് സാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒഴിവാക്കി വിടുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണ്, പല ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വരാറുണ്ട്. ചില ആൾക്കാർ വളരെ രൂക്ഷമായിട്ട് കാശ് തരുന്നതല്ലേ, നിങ്ങൾക്ക് ചെയ്താൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഒന്നും മിണ്ടാതെ പോകാറുണ്ട്. പിന്നെ അവർ വരാറുണ്ട്. പലപ്പോഴും ഞാൻ അവരോട് വീണ്ടും പറയും, ഇത് ഇന്നതാണ് കാര്യം, നടക്കത്തില്ല, അല്ല ഇന്ന കാരണങ്ങൾ. എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതാണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയാറ്. പക്ഷെ വീണ്ടും അവര് എന്താണെന്നറിയില്ല, പിന്നെ ഇങ്ങനെ വരും. അപ്പൊ വീണ്ടും അവരോട് ഞാൻ പറയും, നടക്കില്ലാത്ത കേസാണ്, പൈസ അല്ല ഇതിനകത്തെ പ്രശ്നം. അപ്പൊ അവര് ചിലപ്പോൾ അഡ്വാൻസ് ഇടും. അല്ല, ചില ആൾക്കാർ പറയും, ഞാൻ അഡ്വാൻസ് ഇടാൻ സ്വാമി, എങ്ങനെയെങ്കിലും ചെയ്ത് നോക്ക്, നടക്കുമോ നടക്കത്തില്ലയോ നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ചിലവരുടെ നിരന്തരമായ വിളിയും ഒരുപാട് നിർബന്ധവും അവരുടെ കരച്ചിലും പ്രശ്നവും കാരണം ചില കർമ്മങ്ങളൊക്കെ നമ്മളെ നിർബന്ധിതമാകുന്നുണ്ട്. അപ്പം അന്നേരം അവരോട് ഞാൻ പറയും, ഇതിന് സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞത്. സ്വാമി എങ്ങനെയെങ്കിലും നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അത് ചെയ്തു വരുമ്പോൾ 100%, 50% മുകളിൽ റിസൾട്ട് കിട്ടിയത് പോലും 100%ലേക്ക് ആക്കാൻ ചില സമയത്ത് സാധിക്കാറില്ല, പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ 50% താഴെയുള്ള ഒരു കേസ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നടക്കാറില്ല. ചില സമയത്ത് ഈ നടക്കാതെ വരുമ്പോൾ ഇവരുടെ മട്ടും ഭാവമൊക്കെ മാറും. സ്വാമിയുടെ കർമ്മത്തിന്റെ കുഴപ്പം കൊണ്ടാണ് നടക്കാത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ലേ സാധ്യത വളരെ കുറവാണെന്ന്. എങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളെന്നോട് പറഞ്ഞു, സ്വാമിയുടെ കർമ്മത്തിലുള്ള മിസ്റ്റേക്കാണ് ഇത് നടക്കാത്തത് എന്ന് പറഞ്ഞു. അത് എനിക്കിവിടെ നോക്കുമ്പോൾ കർമ്മം പോസിറ്റീവായിട്ടേ കാണിക്കത്തുള്ളൂ. അങ്ങേ സൈഡിൽ പലപ്പോഴും കല്യാണം ഉറപ്പിച്ചവരോ കല്യാണം നിശ്ചയം നടന്നവരോ ഒക്കെ വരാറുണ്ട്. അങ്ങേ സൈഡിൽ ചിലപ്പോൾ അത് അതിന് മുറയ്ക്ക് നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പം വരാം. എനിക്ക് വന്നൊരു കേസ്, കർമ്മം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വിളിച്ച് മദ്യപിച്ചിട്ട് അവരോട് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതൊക്കെ നെഗറ്റീവ് ആകാം, ആകത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്പൊ അതൊക്കെ ആവാം. അപ്പോഴും ഏറ്റവും അവസാനം കർമ്മം ചെയ്ത കർമ്മിക്ക് തന്നെയാണ് കുറ്റം. 50% താഴെയുള്ള എടുത്താലും 50% മുകളിൽ എടുത്താലും നടന്നില്ലെങ്കിൽ കർമ്മിക്ക് കുറ്റമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും വശ്യ കർമ്മങ്ങൾ എടുക്കാത്തത്. നമ്മള് കർമ്മം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു മാവിൽ ഇല്ലാത്തൊരു മാങ്ങയ്ക്ക് വേണ്ടി ഇല്ലാത്തൊരു കല്ല് വെച്ച് എറിയുന്നതാണ്. ലക്ഷ്യം നമുക്കറിയാം ഉണ്ട് എന്ന്, പക്ഷെ അത് ഇല്ല, നമ്മളോടുള്ള സ്നേഹമില്ല, ഇഷ്ടമില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വലിയ പ്രോസസ്സാണ്, പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. അപ്പൊ നമ്മള് അത് ആർട്ടിഫിഷ്യലായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റുന്നതാണ് പൂജകള്, കർമ്മങ്ങള്, വശ്യപൂജകൾ അല്ലെ കർമ്മങ്ങൾ. ഇതൊക്കെ ഞാൻ ആൾക്കാരെ നേരിട്ട് ഇരുത്തി കർമ്മങ്ങളൊന്നും ഒരാളെ കൊണ്ട് പോലും ഇതുവരെ ചെയ്യിച്ചിട്ടില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ 9 സ്ഥലങ്ങളിൽ 9 ക്ഷേത്രങ്ങളിൽ ചെയ്യും. അവരുടെ കാര്യം നടന്നതിന് ശേഷം അവരുടെ പൈസ കിട്ടിയിട്ട് ആ ക്ഷേത്രങ്ങളിൽ കൊണ്ട് വഴിപാടുകൾ കൊടുക്കും, ബാക്കി പൂജകൾ ചെയ്ത് തീർക്കും. അതിന്റെ കാര്യസാധ്യ പൂജകൾ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ചിലർ അഡ്വാൻസ് തരും, കൂടുതൽ തരും. കൂടുതലുള്ള അഡ്വാൻസ് തരുന്ന പൈസക്കുള്ള പൂജകൾ ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആരോടും നിർബന്ധിക്കാറില്ല ഇത്ര അഡ്വാൻസ് തരാൻ പറഞ്ഞു. അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അഡ്വാൻസ് തരിക. അപ്പൊ അത് പലപ്പോഴും പല കർമ്മങ്ങളും ചിലപ്പോൾ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഒരാളുടെ കർമ്മം 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർമ്മം ചെയ്യും. 6-7 മാസമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും 3 മാസമാണ് നമ്മൾ കർമ്മത്തിന് കാലാവധി പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഈ 6-7-8 മാസം നമുക്ക് തന്ന ചെറിയ അഡ്വാൻസ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിട്ട 50% താഴെയുള്ള കർമ്മങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ ദയവായിട്ട് നിർബന്ധിക്കരുത്. നടക്കത്തില്ല എന്ന് അല്ലെങ്കിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ കേസ് വേറെ ഒരുപാട് മാന്ത്രികന്മാർ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരെ കണ്ടുപോയി എടുക്കുക. കാരണം നമ്മുടെ സമയം മെനക്കെടുത്താതെ പിന്നെയും പുറകെ വന്ന് നിങ്ങളുടെ അവതായും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മുടെ സമയം മെനക്കെടുത്ത് പിന്നെ കർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കർമ്മം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ കേസ് വീണ്ടും ചെയ്തിട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യിച്ചു കഴിയുമ്പോഴും
നടക്കാതെ വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവായി വശ്യകർമ്മങ്ങൾക്ക് സമീപിക്കുന്നവർ ദയവായി ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം നടക്കത്തില്ല എന്ന്, അല്ലെ സാധ്യതയില്ല, കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉഴപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ കേസും കൊണ്ട് വീണ്ടും വരാതിരിക്കുക. നടക്കാൻ സാധ്യത വളരെ കുറവാണ്. നന്ദി, നമസ്കാരം.